ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഷിയറിംഗ് സ്ട്രെയിൻ എന്താ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഇതിൻ്റെ മുന്നേ കണ്ട സ്ട്രെയിൻ എന്ന് പറയുന്നത് നോർമൽ സ്ട്രെയിൻസ് ആയിരുന്നു. അതായത് നോർമൽ സ്ട്രെസ്സ് കാരണം, ഇപ്പോൾ ഇത് നമ്മുടെ ഒരു എലമെൻ്റ് ആണെങ്കിൽ നോർമലായിട്ട് അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സ് കാരണം ഡയമെൻഷനിൽ ചേഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഡയമെൻഷൻ ചേഞ്ച് കാരണം സ്ട്രെയിന് സ്വാഭാവികമായിട്ടുണ്ടാവും. അത് നോർമൽ സ്ട്രെയിൻസ് ആയിരുന്നു. എപ്സിലോൺ എക്സ്, എപ്സിലോൺ വൈ എന്നുള്ളതൊക്കെ നോർമൽ സ്ട്രെയിൻ ആയിരുന്നു. അതെന്ത് കാരണമാണ്? നോർമൽ സ്ട്രെസ്സ് കാരണമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന ചേഞ്ചാണ്, ഡയമെൻഷനിലുള്ള ചേഞ്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു എലമെൻറ്റ് നോക്കുക. ഇതിൽ ഞാൻ ഇങ്ങനെ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുകയാണ്, അലോങ് ദ പ്ലെയിൻ ആയിട്ട് ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത്? 3D ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. 2D വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആവില്ലേ? അതായത് ഞാൻ ഇങ്ങനെ പ്രൊജക്ഷൻ എടുക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത്, ഈ ഭാഗത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഇൻ XY പ്ലെയിൻ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ അപ്ലൈ ചെയ്ത് ഷിയർ സ്ട്രെസ്? ടോ YX ഇങ്ങോട്ട് ടോ XY, ഇങ്ങോട്ട് ടോ YX, ഇങ്ങോട്ട് ടോ XY. ഇതിൻ്റെ വാല്യൂ എല്ലാം സെയിം ആയിരിക്കും. അത് നമ്മൾ ഷിയർ സ്ട്രെസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അത് സെയിം ആവാനുള്ള കാരണം ഒന്നുകൂടി ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഈ രണ്ട് സ്ട്രെസ് ഇല്ല എന്ന് വിചാരിക്കാം. ഈ ടോ YXും ടോ ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്താവണം? ഈ എലമെൻറ്റ് ഒരു വലതു ഭാഗത്ത് ഇങ്ങോട്ടാണ് ഷിയർ സ്ട്രെസ് പോകുന്നത്, ഇടത് ഭാഗത്ത് താഴോട്ടാണ്. അപ്പോൾ ഇതെന്താവും? ഇങ്ങോട്ട് തിരിയില്ലേ? ഇങ്ങോട്ട് എന്താ റൊട്ടേറ്റ് ആവില്ലേ? അപ്പോൾ റൊട്ടേറ്റ് ആവാതെ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും സെയിം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് ഇങ്ങനെ ആക്ട് ചെയ്യണ്ടേ? ടോ YX അത് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യണം. എന്നാലേ എന്താവുള്ളൂ? ഇത് ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലെയിൻ സ്ട്രെസ് കേസിൽ, അതായത് 2D സ്ട്രെസ് മാത്രമേ ഉള്ളെങ്കിൽ ഷിയർ സ്ട്രെസ്സിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മുടെ ഇവിടെ ചർച്ച ഷിയർ സ്ട്രെയിനെ കുറിച്ചാണ്. ഞാനത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ നമ്മൾ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? ഈ ആംഗിൾ മാറാൻ തുടങ്ങൂലേ? നമ്മളിങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഇങ്ങനെ നമ്മൾ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്താവും? ഇങ്ങനെയായിട്ട് മാറൂലേ? ഈ ആംഗിൾ π/2 എന്നുള്ള ഈ 90 ഡിഗ്രി ആംഗിൾ ചെറുതാവാൻ തുടങ്ങുമല്ലോ അല്ലേ? അതാണ് സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് സൈഡ് ഇങ്ങനെയായിട്ട് മാറും. അത് ഇനീഷ്യലി ഈ ഒട്ടാകുള്ള ആംഗിൾ π/2 ആയിരുന്നു. ഇപ്പം എന്തായിട്ട് മാറി? π/2 മൈനസ് സം ഗാമ XY. ഓക്കെ, π/2 ഒരു ഗാമ XY കുറഞ്ഞു. അതാണ് ഇപ്പോൾ പുതിയ ആംഗിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത ഷിയർ സ്ട്രെസ് എന്താണ്? ടോ XY. നമ്മൾ എക്സ്പെരിമെൻ്റലി കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ടോ XY എത്രയാണോ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത് അതിന് പ്രപ്പോർഷണലായിട്ടായിരിക്കും എന്തുണ്ടാവുക? ഈ ചേഞ്ച് അഥവാ ഗാമ XY ഉണ്ടാവുക. ഓക്കെ, ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷിയർ മോഡുലസ് അഥവാ G എന്ന് പറയുന്നത്. ഇത് സംഭവം ആക്ച്വലി എന്താണ്? ഹുക്സ് ലോ തന്നെയാണ്. ഹുക്സ് ലോ ഫോർ ഷിയർ സ്ട്രെസ് ആണിത്. നമ്മൾ ഇതേ മോഡൽ നേരത്തെ കണ്ടിരുന്നു അല്ലേ? നോർമൽ സ്ട്രെസ്സിൻ്റെ കേസിൽ സിഗ്മ ഈക്വൽ ടു EE. ഇതേ പരിപാടി തന്നെയാണ് ഇവിടെയുള്ളത്. പക്ഷേ ഇത് നോർമൽ സ്ട്രെസ്സാണ്, ഇത് ഷിയർ സ്ട്രെസ്സാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ജീൻ്റെ എന്താണ് യൂണിറ്റ്സ്? ആക്ച്വലി പാസ്കലാണ്. ഗാമ XYൻ്റെ യൂണിറ്റ്സ് റേഡിയനാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ ഈ ആംഗിളാണ് നമ്മൾ ഷിയർ സ്ട്രെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഗാമ XY എന്തായിരിക്കും? π/2 റേഡിയനാണ്. ഗാമ XY റേഡിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഗാമ XYയിൽ കൊടുക്കേണ്ടത്
റേഡിയൻ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ 90 ഡിഗ്രി എന്ന് ആണെങ്കിലും നിങ്ങൾ π/2 ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഷിയർ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്തായിട്ട് മാറും? പാസ്കലായിട്ട് മാറും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ π/2 ആംഗിൾ കുറയുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ γ(xy) പോസിറ്റീവായിട്ട് എടുക്കുക. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ആംഗിൾ π/2 കുറയുകയാണ് അല്ലേ? π/2 കുറഞ്ഞ് π/2 മൈനസ് സം γ(xy) ആയിട്ട് മാറുന്നു. അങ്ങനെ ഈ ആംഗിൾ ഇങ്ങനെ കുറയുകയാണെങ്കിൽ വി സേ ദാറ്റ് സ്ട്രെയിൻ ഈസ് പോസിറ്റീവ്. ഓക്കെ, ഇത് പോസിറ്റീവ് സ്ട്രെയിൻ ആണ്. നിങ്ങൾ നോട്ട് ചെയ്യണം, അത് ഞാൻ ഇങ്ങനെ പറയുമ്പോഴും നിങ്ങൾ ഷോർട്ട് നോട്ട്സിൽ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എന്ത്? ഇഫ് ദ ആംഗിൾ ഈസ് റെഡ്യൂസിങ് ദെൻ വി ക്യാൻ സേ γ(xy) ഓർ ദ ഷിയർ സ്ട്രെയിൻ ഈസ് പോസിറ്റീവ്. അതേ സ്ഥാനത്ത് ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്, നമ്മുടെ π/2 ഇതാണ് എലമെൻറ്റ്, ഇനീഷ്യൽ എലമെൻറ്റ് എന്ന് വിചാരിക്കുക. അതെന്താവുന്നുണ്ട്? ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഇത് ഇനീഷ്യലി π/2 ആയിരുന്നു. ഈ π/2 ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ട് π/2 പ്ലസ് സം γ(xy) എന്നാണെങ്കിൽ ഇതെന്താണ്? ഈ ഇൻക്രീസ് ആയ ഈ ആംഗിൾ നെഗറ്റീവാണ്. അഥവാ ഈ കേസിൽ ഇങ്ങനെയാണ് നമ്മൾ എലമെൻറ്റ് മാറുന്നതെങ്കിൽ ഇവിടുത്തെ ഷിയർ സ്ട്രെയിൻ എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്? ഹുക്സ് ലോ ഫോർ ഷിയർ സ്ട്രെയിൻ. പിന്നെ അതിൻ്റെ യൂണിറ്റ്സ് അതിനെന്താ പറയുന്നത്, അതിനുശേഷം എപ്പോഴാണ് ഷിയർ സ്ട്രെയിൻ പോസിറ്റീവ്, എപ്പോഴാണ് പോസിറ്റീവ് ആവുക? ഈ ആംഗിൾ കുറയുകയാണെങ്കിൽ. എപ്പോഴാണ് നെഗറ്റീവ് ആവുക? ഈ ആംഗിൾ കൂടുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ബൾക്ക് മോഡുലസ് എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നുകൂടെ ഒരു എലമെൻറ്റ് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഈ എലമെൻറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ് എന്ന് കൺസിഡർ ചെയ്യുക. അതായത് നമ്മൾ ഇതിന് മുന്നിലുള്ള സോൾഡ് എക്സാമ്പിളിൽ കണ്ടു അല്ലേ? എന്താ, ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ എവറി ഡിറക്ഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്താണ്? സെയിം ആയിരിക്കും, സം പി. ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കംപ്രസീവായിട്ടൊരു സ്ട്രെസ്സ് പി ആയിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ? കംപ്രസീവായിട്ടുള്ള സ്ട്രെസ്സ് പി ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഫേസിലും എന്താണ്? കംപ്രസീവായിട്ട് ഉണ്ടാവും. അത് ഞാൻ വരയ്ക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങോട്ടും പി ഉണ്ടാവും, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും പി ഉണ്ടാവും, പിന്നെ ബാക്കിൽ നിന്നും പി ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു കേസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരു എലമെൻറ്റ് ഹൈഡ്രോസ്റ്റാറ്റിക് ആയിട്ട് ഒരു പ്രഷർ പി ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവില്ലേ? സം ഡെൽറ്റ വി ഉണ്ടാവും അല്ലേ? ഈ ഡെൽറ്റ വി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം കംപ്രഷൻ നമ്മൾ അപ്ലൈ ചെയ്താൽ വോളിയം കുറയും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഡെഫിനിഷൻ വരുന്നത്. അതായത് എന്തായിരിക്കും വോളിയോമെട്രിക് സ്ട്രെയിൻ? ഒരു പി പ്രഷർ അപ്ലൈ ചെയ്താൽ എന്തായിരിക്കും വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് കാണിച്ചു തരുന്നതാണ് ബൾക്ക് മോഡുലസ്. അഥവാ ബൾക്ക് മോഡുലസ് നമ്മൾ കെ വെച്ച് ഡിനോട്ട് ചെയ്യാം. ഇത് വേറെ ഏതോ ആക്ച്വലി കപ്പ എന്തോ ആണെന്ന് തോന്നുന്നു എനിക്ക് ഗ്രീക്കിൽ, പക്ഷേ കെ വെച്ച് എഴുതി തന്നെ പോരെ. ഈസ് ഈക്വൽ ടു ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. അതായത് എന്തായിരിക്കും വോളിയോമെട്രിക് സ്ട്രെയിന്? ഒരു പി കൊടുത്താൽ അതിൻ്റെ ഈ റേഷ്യോ പി ബൈ വോളിയോമെട്രിക് സ്ട്രെയിനാണ് നമ്മൾ എന്ത് പറയാം? ബൾക്ക് മോഡുലസ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് എന്താണ് വോളിയം ചേഞ്ച് അറിയാമെന്ന് വിചാരിക്കുക. എന്താണ് സ്ട്രെയിൻ, വോളിയത്തിലുണ്ടായ സ്ട്രെയിൻ എന്താണെന്ന് നമുക്ക് അറിയെങ്കിൽ അതിനോട് ബൾക്ക് മോഡുലസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് എന്ത് പ്രഷറാണ് അതിൻ്റെ മേലെ ആക്ട് ചെയ്തതെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ബൾക്ക് മോഡുലസിൻ്റെ യൂണിറ്റ് എന്താണ്? പാസ്കലാണ്. ഇത് mm³ എന്ന് വരും, അല്ലെങ്കിൽ m³ മീറ്റർ ക്യൂബിന് എടുക്കാം, m³/m³. അപ്പോൾ എന്തായി? ഇത് യൂണിറ്റ് ലെസ് ആണ്. നമുക്കറിയാം വോളിയോമെട്രിക് സ്ട്രെയിൻ യൂണിറ്റ് ലെസ് ആണ്. അപ്പോൾ പ്രഷറിൻ്റെ യൂണിറ്റും പാസ്കൽ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക,
ഇവിടെ നമുക്ക് നെഗറ്റീവ് വരേണ്ട ആവശ്യമില്ല, കാരണം പി ഇവിടെ നെഗറ്റീവാണ്, കംപ്രസീവാണ്. ഡെൽറ്റ വി ബൈ വി എന്താണ് നെഗറ്റീവാണ്. അതുകൊണ്ട് ക്യാൻസലായിട്ട് ഈ റേഷ്യോയുടെ യൂണിറ്റ് അഥവാ ഈ റേഷ്യോയുടെ സൈൻ പോസിറ്റീവാണ് വരിക. അപ്പോൾ നമുക്ക് ഈ നെഗറ്റീവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഡിഫറെൻറ്റ് റേഷ്യോസ് അഥവാ നമുക്ക് അറിയുന്ന മെയിൻ സാധനങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് പോയ്സോൺസ് റേഷ്യോ, രണ്ട് യങ്സ് മോഡുലസ്, മൂന്നാമതായിട്ട് നമുക്കറിയാം ബൾക്ക് മോഡുലസ്, നാലാമതായിട്ട് നമ്മുടെ ഷിയർ മോഡുലസ്. പോയ്സൺസ് റേഷ്യോ പറയുമ്പോൾ മ്യൂ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. യങ്സ് മോഡുലസ് ഇ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ബൾക്ക് മോഡുലസ് കെ ആൻഡ് ഷിയർ മോഡുലസ് ജി. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷനാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. അത് ആക്ച്വലി ഡെറിവേഷൻ ഉണ്ട് കേട്ടോ, ഡെറിവേഷൻ ഉണ്ട്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ഡെറിവേഷൻ അങ്ങനെ ആരും ചോദിക്കാനും പോകുന്നില്ല. ഓക്കെ, ഒന്ന് ഇ ബൈ ജി സീക്വൽ ടു 2 × 1 + μ. രണ്ടാമതായിട്ട് ഇ ബൈ കെ സീക്വൽ ടു 3 × 1 - 2μ. ഓക്കെ, ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് റിലേഷൻസ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. പിന്നെ ഇവിടെ നിന്നൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ട് ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് മ്യൂ അറിയാം, ജി അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടുപിടിച്ചോടെ. ഈ കണ്ടുപിടിച്ചാൽ മ്യൂ ഓൾറെഡി അറിയാം, നമുക്ക് കെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് അറിഞ്ഞാൽ മതി? ഈ 4 റേഷ്യോയിൽ ഏതെങ്കിലും 2 എണ്ണം നമുക്ക് അറിഞ്ഞാൽ ബാക്കി 2 നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് മ്യൂ ആൻഡ് ജി അറിയെങ്കിൽ ഈ കണ്ടുപിടിക്കാം, ഈ അറിഞ്ഞാൽ നമുക്ക് കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം അറിഞ്ഞാൽ മതി നമുക്ക് മൂന്നാമത്തതും നാലാമത്തതും കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഷോർട്ട് നോട്ട്സിൽ എഴുതി വെക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ.